എവരിവൺ, ഞാൻ ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവിനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പാമ്പാടി കുഞ്ഞുമോൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ദീർഘനാളുകളായി, ഏകദേശം 30-ൽ പരം വർഷങ്ങളായിട്ട് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശബ്ദമായി ദേശങ്ങളിലിങ്ങനെ ഏകനായിട്ട് നടന്ന് സുവിശേഷം പറയുന്ന ഒരു പിതാവാണ്. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സാക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് ആ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഞാൻ യാദർച്ഛികമായി ഈ സ്ഥലത്തൊരു പരസ്യയോഗം നടത്തുവാൻ വന്ന നേരം അവരുടെ വീട്ടിൽ കൈക്കൊള്ളുകയും കാപ്പി ഒക്കെ തന്ന് നമ്മളെ സ്വീകരിച്ചു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോഴാണ് എനിക്ക് തോന്നി അതൊന്ന് നിങ്ങളും എല്ലാവരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന്. അതിനകത്ത് എന്നെ സ്പർശിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രിയ കുഞ്ഞോൻ ചായൻ തൻ്റെ വായ്മൊഴികളായിട്ട് അത് പറയും, നമുക്ക് കേൾക്കാം. കർത്താവ് ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് 𝐒𝐨𝐜𝐢𝐴 എന്ന ഒഫീഷ്യൽ നെയിം. നാട്ടുകാരും വീട്ടുകാരും വിളിക്കും കുഞ്ഞുമോൻ. പിന്നെ ഇനി പ്രത്യേക ഒരു അറിയിപ്പ്, എന്നെ പൊതുവിൽ എല്ലാവരും അറിയപ്പെടുന്ന പാമ്പാടി കുഞ്ഞുമോൻ. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എവിടുന്ന് വന്നെന്ന് അറിയത്തില്ല പാമ്പാടി. ദൈവവല്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിലും ഒക്കെ കാണാം. അവരെപ്പോഴും കാണാം. മദ്രാസിൽ അവർ ശുശ്രൂഷ ചെയ്യുന്ന IPCയിലാണ്. അവർ പാരമ്പര്യം IPC ഇളയ മോള് തൃശ്ശൂരാണ്. ഞാനിവിടെ പന്നമ്പാല വിശ്വാസി വന്നിട്ട് ഞാൻ വന്നിട്ട് 32 വർഷം കഴിഞ്ഞു. 32 വർഷം വരാനാ ഇതിനോട് എതിരായിരുന്നു. എന്റെ വീട്ടിൽ ഞങ്ങൾ മദ്യപിക്കുമായിരുന്നു പറഞ്ഞു. ഭയങ്കര മദ്യപാനമായിരുന്നു. വീട്ടുകളിൽ വേണ്ടാത്ത എല്ലാം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയില്ല ഞാൻ കൂടുതൽ പഠനം. കാരണം എന്താണെന്ന് വെച്ചാൽ റൂബി റോബർട്ട്സ് ചേർത്തത് ജോലിയായിരുന്നു. ആ ജോലി ഇല്ലായിരുന്നപ്പോൾ അവിടുത്തെ ആ ചങ്ങനാശ്ശേരിയിലെ ആ പ്ലേച്ചതിൽ കൂടെ ഇങ്ങനെ വളർന്ന് രാഷ്ട്രീയമായി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി, അതിൻ്റെ ഒരു നേതാവായി ഇങ്ങനെയൊക്കെ വന്നു. അപ്പം 2 പെൺപിള്ളേരുണ്ടായിട്ട് പോലും അമ്മയുണ്ട്, ഞാൻ കാര്യമുണ്ട്. പക്ഷേ ഞാൻ വീട് വലിയ അന്വേഷണമൊന്നുമില്ല. രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ഇറങ്ങിപ്പോവും, ചീത്ത വിളിക്കും, പിടിക്കും. 7 ദിവസം കോട്ടയം സബ് ജയിലിൽ കിടന്നിട്ടുണ്ട്. അതൊക്കെ ഓരോ കണ്ടില്ലേ. അങ്ങനെയുള്ള ജീവിതമായിരുന്നു. പിന്നെ നെക്സൽ മണ്ഡലിൽ ഇപ്പം വളരെ CSI പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു അകത്ത് റബ്ബർ വീട്, അവിടെ ക്ലബ്ബായിരുന്നു. അവിടെ ക്ലബ്ബിലെ ബോയിയായിട്ട് ഞാൻ വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ബോയിയായിട്ട് 10-15 ദിവസം നമ്മുടെ വീട്ടിൽ. അപ്പൊ ഇവര് എന്നെക്കാളും അല്പം നേരത്തെ വിശ്വാസത്തിൽ അതിന് എതിരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഒന്ന് പറഞ്ഞു. കല്യാണം കഴിയുമ്പം കഴിഞ്ഞൊക്കെയാ വിശ്വാസത്തിലോട് അച്ഛൻ വരുന്നത്. പിന്നെ എത്രയോ വർഷം എന്റെ മൂത്ത 30 വയസ്സുണ്ട്. കൊച്ചുമോന് 26 വയസ്സ്. മോള് മോൻ എനിക്ക് 76 വയസ്സായി. അതെ അതെ. ഇപ്പൊ ഇത് സുഖമില്ലെങ്കിലും പരിശോധനകൾക്ക് പോകും. ഞാൻ ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് ആരാധന ഇവിടെ ബോക്സ് ഇരിക്കുന്ന കണ്ടപ്പോഴാ ബോക്സ് ദൈവം തന്ന ട്രാക്റ്റും ആഗ്രഹിച്ചു. ആ ട്രാക്ടറൊക്കെ സ്വന്തമായിട്ടുള്ള ട്രാക്ടർ എല്ലായിടത്തും പോകും. വീടുകളിലൊക്കെ വിശേഷം പറഞ്ഞിട്ട് ഞാൻ പൊതുവിൽ പറയും. പിന്നെ ചിലര് വിളിക്കുമല്ലോ, ചില ഭവനത്തിൽ ചെന്ന് പറയും. അതൊക്കെ ഉണ്ട്. എല്ലാ കാര്യം കർത്താവ് ചെയ്യുന്നു. ഈ ഇടയ്ക്ക് വയ്യാഞ്ഞോണ്ട് ഈ മേലാഴി വന്നെന്ന് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ, അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ ഒരു ഇതുപോലൊരു കടലിൽ ഇവിടെ കിടലായിരുന്നു. എനിക്ക് അതിന് മുമ്പ് ആ അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 10-15 ദിവസം തക്കാളിക്കഞ്ഞി പിടിച്ച് കിടക്കുമ്പോഴേ അദ്ദേഹം കുറഞ്ഞു. ഒരു ചായയും കൊണ്ടുവന്നു ചെറിയ ഗ്ലാസ്സിൽ. എന്നോട് പറഞ്ഞു മുടോട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു അവരോട് ആ ടീപ്പോയിലൂടെ ചെക്കാൻ പറഞ്ഞു. അതായത് ഇവിടെ 2 കസേര അവിടെ ഞാനവിടെ കസേര പയ്യെ പോയി ഒരൊറ്റ കുടിച്ച് ഗ്ലാസ് ഇങ്ങനെ വെച്ചതായിട്ട്. പിന്നത്തെ ഒന്നും എനിക്കത് അപ്പം അവിടെ ഇവിടെ ഇങ്ങനെ ക്ലോക്കുകളുണ്ട്. ഇവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കും. ഇപ്പൊ 8:15 വൈകുന്നേരം സമയം, രാവിലെ 8:15. അത് കഴിഞ്ഞിങ്ങനെ ബോധം കിട്ടി കിടന്ന് പിന്നെ മറ്റും മൂത്രം എല്ലാം ഇരുന്നിട്ട് പോയി. അവിടുന്ന് ആൾക്കാരും എല്ലാം അദ്ദേഹം കിടന്ന് കാവടി തന്നെ വലിയ കർത്താവ് എന്നും പറഞ്ഞു. നല്ല പിടിച്ച് അപ്പച്ചനോട് പറഞ്ഞു തിരികെ തന്നു. തിരികെ അങ്ങനെ വന്നു. അത് പിന്നെ മക്കളും പോയില്ല. ഒത്തിരി സൗഖ്യം തരുന്ന തന്നെയല്ല. ഞാൻ 3-4 വർഷം ഒറ്റയ്ക്ക് ഉപസിച്ച് പ്രാർത്ഥിച്ചിട്ട് മെഡിക്കൽ കോളേജിൽ 4
പോകുമായിരുന്നു 4 വാർഡിലും ഈ പ്രാർത്ഥിക്കാൻ ബുക്കൊക്കെ ഉണ്ട്, അഡ്രസ്സുണ്ട്, പേരുണ്ട്. നമുക്ക് പേരും പ്രസംഗിക്കുമല്ല, അത്ഭുതം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഒത്തിരി അത്ഭുതങ്ങൾ അവരുടെ എല്ലാം ഒടുവിൽ എന്ത് വന്നറിയും. അവിടെ അറസ്റ്റുകാർ തടഞ്ഞു, ഇവിടെ കയറാനൊക്കത്തില്ല, ഇപ്പം കയറാനൊക്കത്തില്ല, കയറാനും നോക്കത്തില്ല, പ്രാർത്ഥിക്കാനും നോക്കത്തില്ല. അങ്ങനത്തെ അത് കാരണം എനിക്കതായിരുന്നു ഏറ്റവും ഇഷ്ടം. പിന്നെ ഇവിടെ കഴിഞ്ഞ ആഴ്ചയിലൊരു ക്യാൻസർ രോഗികളുണ്ട്, ഒരു സഭയിൽ പോയി എൻ്റെ മോള് വിളിച്ചു പറഞ്ഞു. അപ്പം ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളാണ്, മൃഗഡോക്ടർ. അദ്ദേഹവും ഭാര്യ, അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ അവർ കുടുംബമായിട്ട് ഒത്തിരി വർഷമായി. അപ്പോൾ അവർക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ അത് പോയി പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചു. ഒത്തിരി കുറവായി. അങ്ങനെയൊക്കെ ദൈവം നടത്തുന്നു. ഇതൊക്കെ അമ്പരാൻ നടത്തുന്നല്ലേ, നമുക്ക് തന്നെ പോവുകയാണ്. നമ്മുടെ കൂടുതലല്ലാത്തവനായി വെളുമ്പുറത്ത് തള്ളപ്പെട്ടവനായി, ആർക്കും വേണ്ടാത്തവനായി, പിന്നെ ആരെയും അന്ന് ഭഗവത്തൊന്നുമില്ല. അത് വേറെ ഇന്ന് പിന്നെ അങ്ങ് താഴുക എല്ലാവരും ജീവിതത്തിൽ. അത് നമുക്ക് സന്തോഷം. ക്രൂശിന്റെ ഒരു ഭാഗവും നമ്മൾ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. 32 വർഷം കഴിഞ്ഞു ശുശ്രൂഷ. 1989 നവംബർ മാസം 12-ാം തീയതിയാണ് ആദ്യം അമ്മാമ്മ വിശ്വാസി. മൂത്തമോള് നല്ല ശുശ്രൂഷയാണ്. ഇളയാള് ദർശനം, അദ്ദേഹം പൗരി. രണ്ടുപേരും സാധുക്കളായ വൈദ്യുതിയുടെ 75 വയസ്സുള്ളപ്പോഴും കർത്താവിനെ ഉയർത്താനായിട്ട് കവലകളിൽ പോയി നിൽക്കുന്നില്ല, ചില്ലറ കാര്യമൊന്നുമല്ല. എല്ലാരും ലജ്ജയോടെ മാറിയിരിക്കുന്ന സമയത്ത് ദൈവം വിളിച്ച വിശ്വാസി ചർച്ചയിൽ പോയി രക്ഷിക്കപ്പെട്ടവർക്ക് ചർച്ചയിലിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞാൽ വലിയ ദൈവകൃപ തന്നെ. എന്നെ വന്ന് വിളിച്ചു, ഒരു വീട്ടിലെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു. ഒരു വ്യാഴാഴ്ച വൈകിട്ട് കുടുംബം ഞാൻ അറിയാതെ ഈ ക്ലബിൽ നിന്ന് വീട്ടിലോട്ട് ചെന്നതിൻ്റെ അന്ന് 4 മണിയായപ്പം ഭാഷ വീട്ടിൽ വന്ന് ഇവർ പോകുന്നുള്ളതുകൊണ്ട് വന്നേച്ച് പറഞ്ഞു, കുഞ്ഞോണിച്ച ഇന്ന് നിന്നെ വീട്ടിൽ ഒരു പ്രാർത്ഥന ഉണ്ട് വരണമെന്ന് അറിയാതെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഓക്കെ. അന്ന് 2 സിഗരറ്റ് എൻ്റെ വഴിയിലുണ്ട്. അവിടെ ചെന്നപ്പോൾ ഇവർ എന്നെ നേരത്തെ കൊണ്ടുപോയി. അവിടെ വലിയ ഹോളല്ലേ, അവിടോട്ട് ഇരുത്തി എല്ലാവരും പിടികിട്ടി, ആ പുള്ളിയെ പിടികിട്ടിയെന്നും പറഞ്ഞ് അന്ന് വരെ ഒരു പ്രാർത്ഥനയ്ക്ക് കൂടാതെ എനിക്ക് വരാത്തവരെല്ലാം അവിടെ വന്ന് എന്നെ അങ്ങ് കുതിഞ്ഞു. ഭാഷ എന്നാ പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു തീർട്ട് വലിക്കാച്ചിട്ടുണ്ട്. പിന്നെ നിർത്തി ഉടനെ പോയി ഒരു തീർട്ടൊക്കെ വലിച്ചു തിരിച്ച് എൻ്റെ അമ്മ പ്രാർത്ഥിക്കും. എൻ്റെ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് ലൈറ്റ് ഉണ്ടെങ്കിലും വിളക്ക് കത്തി ബൈബിള് വായിച്ചിട്ട് പ്രാർത്ഥിക്കും. ഞാൻ അപ്പുറത്തെ മുറി, ഞങ്ങളുടെ മുറി വലിയ ഇതല്ല, പാർട്ടി ഓഫീസാണ്. എൻ്റെ ഒരു വലിയ മുറി, അവിടെ പാർട്ടി ഓഫീസും കമ്മിറ്റിയും കാര്യം ഒത്തിരി ഉണ്ട്. അങ്ങനെയുള്ള പാർട്ടി. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുമേ എൻ്റെ കുഞ്ഞുമോനെയും കുടുംബത്തെയും കൂടെ വിശ്വാസത്തിൽ കണ്ടിട്ടേ നീ എന്നെ അങ്ങോട്ട് ഇറക്കാവേ ചേർക്കാവുന്നു. അതുപോലും ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അമ്മ വയ്യാത്ത അമ്മ എഴുന്നേറ്റ് വന്ന് സ്തോത്രം ചെയ്ത് പാടി കെട്ടിപ്പിടിച്ച് നിന്ന് 5-ാം ദിവസം അമ്മ പോയി സ്തോത്രം പറഞ്ഞു. അന്ന് ദൈവത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തെ വിളിച്ചു ഇന്നുകൊണ്ട് സുഹൃത്തെ വലിയ സകല പരിപാടി നിർത്തുവാന്ന് പറഞ്ഞു. എനിക്ക് ഇനി വലിക്കണമെന്നോ കുടിക്കണമെന്നോ, ഷാപ്പിൽ എനിക്ക് അക്കൗണ്ടൊക്കെ കിട്ടും, ഒന്നും പൈസ കൊടുത്തില്ല, ചോദിക്കത്തൊന്നുമില്ല. സകലത്തൊക്കെ എങ്ങനെയാണ് നമ്മളൊക്കെ എങ്ങനെ ആയിരിക്കണ്ടോ. പിന്നെ അതിനകത്ത് എന്നാ ഒളിക്കുന്നേ, എന്തിനാ ഒളിക്കുന്നേ? അപ്പം നമുക്ക് എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. അന്ന് തൊട്ട് ഒരു കുഴലുണ്ടായിരുന്നു, അതാ ആദ്യം കൊണ്ടുപോയി കോഴിയിൽ കൂടെ ഇങ്ങനെ വിളിച്ചു വരും. ഇവിടെ എല്ലാം വന്ന് വിളിച്ചു പറയാനായിട്ട് വെറും കാവളം മുറി. അത് ഈ കഴിഞ്ഞ വരുന്നുണ്ട് ആക്രി. ഞാനത് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യ സമയത്ത്. അത് കഴിഞ്ഞ ഒരു മൈക്ക് കിട്ടി, ഇങ്ങനെ ഒരു ചെറിയ മൈക്ക് ഇങ്ങനെ തോളയിട്ടുകൊണ്ട് നടന്നു. അത് നല്ലതായിരുന്നു, ബാറ്ററിയായിരുന്നു. അതിനൊന്നും നമ്മൾ പിന്നെ ചെറിയ പണി, കമ്പനിപ്പണിയുണ്ട്, ചെറിയ ശമ്പളം കിട്ടും. അതുകൊണ്ടൊക്കെ ഇങ്ങനെ കടന്നുപോയി. ദൈവം തമ്പുരാന്റെ അത്ഭുതകരമായി നടത്തി. ഇങ്ങനെയാണ് ദൈവത്തിന്. അന്നേരം ദൈവത്തോട് പറഞ്ഞു, നീ എനിക്ക് വചനം തരണം. ഇത്രേ പറഞ്ഞു. പാട്ട് തരണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ വചനം തരണമെന്ന് ദൈവം. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞ മൂത്ത മോളെ 7 ദിവസം തളർന്നു. അത് കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മൂത്ത മോൾ ജയമോൾ തളർന്നുപോയി. 7-ാമത്തെ ദിവസം തൊട്ട് സൗഖ്യമാക്കിയതാണ്. ഒരു മരുന്ന് ഞാൻ അവിടെ ചെന്നപ്പം അവരെല്ലാം ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ അമ്മ പിതാവ് എന്നോട് പറഞ്ഞ ആശുപത്രി കൊണ്ട്. അപ്പൊ ഇദ്ദേഹം സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ കണ്ണടച്ചു. ഇങ്ങനെ
കണ്ണടച്ച് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി വേണ്ട. എനിക്കും അങ്ങനെ ഒരു തോന്നൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് മോള് കണ്ണടച്ച് കാണിച്ചു. അതുകൊണ്ട് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു ഓട്ടോയായിട്ടാണ് പോകുന്നത്. അപ്പം മോളിച്ചിരി വലിപ്പമുള്ള 19 വയസ്സ് പ്രായം. ഓട്ടോയെ കൊണ്ടുവരാൻ പറ്റില്ല. അവർ കൂട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞാൽ അവർ കൂടെ പോയി 2 മക്കളും അവരെല്ലാവരും കൂടെ പറഞ്ഞാൽ സ്ത്രീകളുടെ സഹോദരിമാരുടെ ക്ലാസ് അവർ പറഞ്ഞാൽ പപ്പ കൊണ്ടുപോകണ്ട. ഞാൻ പറഞ്ഞു ഞാനീ അന്ന് ഞാൻ ദൈവത്തിനെ തീരുമാനിച്ചു എൻ്റെ മോൾക്ക് വിടുതൽ കിട്ടുന്ന വരെ ഉപവാസം. ഒരു പാലും ഉപയോഗിച്ച് ചായ പോലും കിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യ ഇളയ മോളെ സഭക്കാർ ഒത്തിരി പേര് ജീവദാസ കുടുംബം അവരൊക്കെ പല വഴി കൂടെ വിട്ട് എന്നെ ആശുപത്രി കൊണ്ടുവന്നു. എന്നിട്ട് ഭാഷ ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. അയ്യോ സൗഖ്യം കിട്ടില്ല, നമുക്ക് ഈ ദേശത്ത് വേറെ പേരൊക്കെ പറഞ്ഞു. എങ്കിലും നമ്മുടെ തീരുമാനത്തിൽ വേണ്ടാന്ന് മോള് പറഞ്ഞു, ഞാനും പറഞ്ഞു വേണ്ടാന്ന്. അന്ന് ദൈവം തന്നെ പറഞ്ഞു, കർത്താവേ എൻ്റെ മോൾക്ക് വിടുതൽ കിട്ടുന്നിടം വരെ ക്ലോസ് പിറ്റേ ഞായറാഴ്ച 12 മണിക്ക് ദൈവം ഇങ്ങനെ തൊട്ട് സൗഖ്യം കൊടുത്ത് 2 കത്തോലിക്കർ മാത്രമേ ഉള്ള സഹോദരിമാർ മാത്രമേ ഉണ്ട്. കാരണം ഞങ്ങൾ ഉപവാസമായതുകൊണ്ട് ഞാനും ഇളയ മോളും സഭയിൽ പോകും. ഇദ്ദേഹം കൂട്ടു നിന്നപ്പോൾ അവർ പറഞ്ഞു അമ്മാമ്മ പിന്നെ പൊക്കോ, ഒരാഴ്ച കഴിയുമ്പോൾ വന്നാൽ മതി, ഞങ്ങളിവിടെ നോക്കിക്കൊള്ളാം. അന്ന് അങ്ങനെ ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹവും പോകും. ഇവിടെ വന്ന് സ്വോത്രാഴ്ച ഇട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒരു ചർച്ചോട് പള്ളിയുടെ വാതിക്കൽ ഏൽപ്പിച്ചത് ഒരുമാരുണ്ടു ജയമോട് സാരി ഉടുത്ത് കഴിയതുപോലെ ഒരു കുഴപ്പമില്ല. അവിടെ എല്ലാവരും വരുമായിരുന്നു. എല്ലാവരും അവിടെ അതുകൊണ്ട് എത്ര പേര് രക്ഷിക്കപ്പെടുന്നില്ല. അങ്ങനെ ദൈവം അങ്ങനെ ഒത്തിരി ഇതൊന്നും പരസ്യപ്പെടുന്ന കാര്യമില്ല. എനിക്കത് ഇഷ്ടവുമില്ല. ഇവിടെയൊക്കെ 7 പ്രാവശ്യം നടത്തിയിട്ട് നമ്മൾ ഒരു കാര്യത്തിലും പിന്നെ അവർക്കെല്ലാം ഡെയിലി പറഞ്ഞോണ്ട് കൊറോണ കാരണം ആരാധനയ്ക്ക് പോകാതിരിക്കുന്ന 3 ഇവർക്കെല്ലാം മുഴുപ്പായി. ഞാനിപ്പോ ഒട്ടും നിങ്ങൾ എന്ന് പറഞ്ഞത് ഒരു ആവറേജ് മൊത്തത്തിലുള്ള ഞാൻ കറക്റ്റായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ ഇവരുടെ ആരാധന അന്യാരാധന, വികിരാരാധന, പിന്നെ മധ്യസ്ഥം. ഞാനും കത്തോലിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഇച്ചിരി വിഷമം. അച്ഛൻ എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കത്തോലിക്കണം. പക്ഷേ പുള്ളിക്ക് വചനം മൊത്തം അറിയാം. ഇവിടെ വരും ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയം ഏതായാലും അച്ഛനെ പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. ഒരു സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടത് കൊണ്ടും ഞാൻ വേഗം അത് വൈൻഡപ്പ് ചെയ്താണ്. കുഞ്ഞോച്ചൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനിയും ഏറെ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനുണ്ടായിരുന്നു. തന്നെ നടത്തിയ വിധങ്ങൾ, താൻ നടന്ന വഴികളിൽ ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ട ആൾക്കാർ അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് കുഞ്ഞോച്ചൻ ആഗ്രഹിച്ചിരുന്നു. ഇനി മറ്റൊരു ദിവസം നമുക്ക് തീർച്ചയായിട്ടും കാണുമ്പോൾ വിശദമായി വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അതൊക്കെ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരമൊരുക്കട്ടെ. ഞാൻ ഇനിയും വരുന്ന സമയങ്ങളിൽ ഇതുപോലെ കർത്താവിന് വേണ്ടി ആരും അറിയാതെ, ഈ ലോകത്തെ പ്രസിദ്ധരാകാതെ, ഈ ലോകത്തെ പ്രസിദ്ധി ആഗ്രഹിക്കാതെ, സ്തോത്രം, രഹസ്യമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന, ഒറ്റയ്ക്ക് ഭവനങ്ങൾ കയറിയും വ്യക്തിപരമായി സുവിശേഷം പറഞ്ഞും അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വലിയ അനുഗ്രഹീതരായ ഒരുപാട് ഭക്തന്മാർ നമ്മുടെ നാടുകളിലുണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ കണ്ടുമുട്ടുന്നവരെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അവരെ പോയി കാണുവാനും അത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യവും പ്രചോദനവും ബലവുമൊക്കെ ആകുമല്ലോ. സ്തോത്രം. എല്ലാവരും ആഗ്രഹിക്കും കുറച്ച് പേരുണ്ടായിരുന്നെങ്കിൽ സുവിശേഷം പറയാമായിരുന്നു, ആരെങ്കിലും എന്നോട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ട്രാക്റ്റ് കൊടുക്കാൻ പോകാമായിരുന്നു, ഒന്ന് സുവിശേഷം പറയാൻ. നോക്കൂ, ഒറ്റയ്ക്ക് ഈ പിതാവ് കഴിഞ്ഞ ദീർഘനാളുകളായി മറ്റുള്ളവരോട് ചേർന്ന് സുവിശേഷം പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ തന്നെ തനേകനായി പല സ്ഥലങ്ങളിലും പോയി താൻ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറയുന്നു. അതുപോലെ തൻ്റെ ജീവിതത്തിൽ പല മരണകരമായ സാഹചര്യങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആ ബലത്താൽ മരുന്നുകൾ എടുക്കാതെ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിച്ചു തൻ്റെ മൂത്ത മോള്. നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. വീണ്ടും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനുണ്ടായിരുന്നു. ചെന്നിരുന്നപ്പോൾ മുതൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കുറച്ച് മാത്രമേ ഈ ക്യാമറയിൽ പകർത്തിയുള്ളൂ. എങ്കിലും കേട്ട നിങ്ങളെവരും പ്രിയ കുഞ്ഞോൻചാന് വേണ്ടി പ്രാർത്ഥിക്കണം. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായും ശുശ്രൂഷകളെ മാനിക്കേണ്ടതിനായും പ്രാർത്ഥിക്കണം. ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ.